പാലാ നഗരഹൃദയത്തിൽ ലാലംതോടും മീനച്ചിലാറും സംഗമിക്കുന്ന ഭാഗത്ത് ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപം കാട് പിടിച്ച് കിടക്കുന്ന അമ്യൂണിറ്റി സെന്റർ ഇനിയും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ല. അമ്യൂണിറ്റി സെന്റർ വിട്ടു നൽകണമെന്ന നഗരസഭയുടെ ആവശ്യവും അനുവദിക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല. ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഗ്രീൻ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ ആസ്ഥാന കേന്ദ്രം എന്ന നിലയിലാണ് അമ്യൂണിറ്റി സെന്റർ പണി കഴിപ്പിച്ചത്. പാലാ നഗരത്തിൽ ലാലംതോടും മീനച്ചിലാറും സംഗമിക്കുന്നതിൻ്റെ ഓരത്ത് കാട് കയറി കിടക്കുന്ന ഒരു കെട്ടിടമാണ് ടൂറിസം വകുപ്പിൻ്റെ അമ്യൂണിറ്റി സെൻറ്റർ. ഈ കെട്ടിടവും സ്ഥലവും വെറുമൊരു പാർക്കിനും ഹോട്ടലിനും വേണ്ടി പണി തീർത്തതല്ലെന്ന കാര്യം സൗകര്യപൂർവ്വം വിസ്മരിക്കപ്പെടുകയാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ച് നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ഗ്രീൻ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ ആസ്ഥാന കേന്ദ്രമെന്ന നിലയിലാണ് അമ്യൂണിറ്റി സെൻറ്റർ പണിയിപ്പിച്ചത്. 145 കോടി രൂപയുടെ പദ്ധതി നിശ്ചലാവസ്ഥയിലായതോടെ ഇതിനായി പണി കഴിപ്പിച്ച കെട്ടിടവും അനാഥമായി. അമ്യൂണിറ്റി കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം 2021 നടന്നതുമാണ്. എന്നാൽ പദ്ധതി മാത്രം നടന്നില്ല. 2013 പദ്ധതിക്കായി പാലായിൽ ചെത്തിമറ്റത്ത് ഓഫീസ് തുടങ്ങുകയും ടൂറിസം വകുപ്പ് ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തിരുന്നു. 5 വർഷം മുമ്പ് ഓഫീസ് അടച്ചുപൂട്ടി ജീവനക്കാരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. പദ്ധതി നടപ്പാക്കാനായി ഗ്രീൻ ടൂറിസം സർക്യൂട്ട് സൊസൈറ്റി സർക്കാർ രൂപവൽക്കരിച്ചിരുന്നു. 2017 ടൂറിസം മന്ത്രി ചെയർമാനായി ഗ്രീൻ ടൂറിസം സർക്യൂട്ട് സൊസൈറ്റി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ കേന്ദ്രങ്ങളിൽ ചെറിയ നിർമ്മിതികൾ തീർത്ത് സൗകര്യങ്ങളൊരുക്കി സഞ്ചാരികളെ എത്തിക്കാൻ പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. ഇതിനായി മാർമല, ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല്, വാഗമൺ തുടങ്ങിയ സ്ഥലങ്ങളെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. പാലാ പ്രവേശന കവാടമായി വിഭാവനം ചെയ്ത് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളെ കോർത്തിണക്കിയാണ് പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടത്. പാലായിലെ പ്രവേശന കവാടത്തിൽ നിന്ന് ഗ്രീൻ ടൂറിസം സർക്യൂട്ട് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടകർക്കായി വാഹന സൗകര്യം ഏർപ്പെടുത്താനാണ് വിഭാവനം ചെയ്തിരുന്നത്. വിവിധ ക്ഷേത്രങ്ങളിലും പാലായിലെ പ്രവേശന കേന്ദ്രത്തിലും നിർമ്മാണം നടത്തിയതിനു ശേഷം പദ്ധതി നിലയ്ക്കുകയായിരുന്നു. മീനച്ചിൽ താലൂക്കിലെ പ്രകൃതിരമണീയമായ ഇല്ലിക്കൽക്കല്ല്, ഇലവീഴ, പൂഞ്ചിറ, മാറമല അരുവി, വാഗമൺ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകൾ വികസിപ്പിച്ച് ആഭ്യന്തര ടൂറിസവും രാമപുരം, ഭരണങ്ങാനം, കുരിശുമല, നാലമ്പലം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളെ ബന്ധിപ്പിക്കുന്ന തീർത്ഥാടനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിഭാവനം ചെയ്ത് ആരംഭം കുറിച്ചതാണ് ഗ്രീൻ ടൂറിസം സർക്യൂട്ട് പ്രൊജക്റ്റ്. പദ്ധതി പുനരാരംഭിക്കാൻ നടപടി എടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.